ഒരു പെൺകുട്ടി, രണ്ട് ഹൃദയങ്ങൾ. പക്ഷേ അവളുടെ സ്വപ്നത്തിൽ വന്നത് ഒരാൾ മാത്രം. ഇതാണ് അമ്മുവിന്റെ കഥ, ഭാലുവിന്റെ കഥ. പിന്നെ ഇനിയും വരാനിരിക്കുന്ന ഒരാളുടെ കഥയും. നിന്റെ ഓർമ്മയിൽ കഥ ഇവിടെ തുടങ്ങുന്നു. അമ്മേ, ഞാൻ പോവാണേ. നീ ഇന്നും നേരം വൈകിലോ മോളെ? പെണ്ണെത്ര നേരത്തെ എണീറ്റാലും പോവാറാവുമ്പോഴേക്കും എങ്ങനെയാണാവോ ഇത്ര വൈകുന്നേ? ഓടിപ്പോകുമ്പോൾ അമ്മു കേൾക്കുന്നുണ്ട് അമ്മയുടെ എന്നത്തെയും ശകാരം. അതൊന്നും കേൾക്കാൻ സമയമില്ലാത്ത പോലെ അവൾ ഓടി. ഇതമ്മയാ എന്നമ്മു. അവളെ ശകാരിച്ചുകൊണ്ടിരുന്നത് അമ്മുൻ്റെ അമ്മ മിനി. അമ്മുൻ്റെ അച്ഛൻ അച്യുതൻ പഞ്ചായത്തിൽ ക്ലാർക്കാണ്. അമ്മുവിനൊരു അനിയത്തിയാണുള്ളത്, അരുണിമ എന്ന ഇമ. വള്ളുവനാടിൻ്റെ ഗ്രാമഭംഗി വേണ്ടുവോളം ഉള്ള കൊച്ചു ഗ്രാമം, അതാണ് പേരിങ്ങോട്ടുകര. അമ്മു എല്ലാ സ്കൂൾ കുട്ടികളുടെയും പേടി സ്വപ്നമായ 10ാം ക്ലാസ്സിലാണ്. തൊട്ടടുത്തുള്ള ഗേൾസ് സ്കൂളിലാണ് പഠനം. അമ്മുവേ, ഇന്നും വൈകിയോ? അപ്പുറത്തെ വീട്ടിലെ ബാലൻ ചേട്ടനാ. ആ ബാലേട്ടാ, വൈകി. അവള് പോയില്ലല്ലോ. കുറേ നേരം നോക്കി നിന്ന് കാണാഞ്ഞപ്പോ ഇപ്പോൾ അങ്ങോട്ട് ഇറങ്ങില്ല മോളെ, വേഗം പൊയ്ക്കോളോ, പാടം കടക്കണുണ്ടാവുള്ളൂ. അമ്മു ഓടിയെത്തുമ്പോൾ കേൾക്കാനുണ്ട് കോലാഹലം. അഞ്ജു, ദിവ്യ, ആതിര ഇവരാണ് കൂട്ടുകാർ. 1ാം ക്ലാസ് മുതലുള്ള കൂട്ടാണ്. എല്ലാവരും നല്ല ഡിസ്കഷനിലുമാണ്. ഇന്ന് മുതൽ 10ാം ക്ലാസ്സിൻ്റെ ലാസ്റ്റ് എക്സാം തുടങ്ങുവാണ്. ഇതാ വരണു നമ്മുടെ അമ്മുക്കുട്ടി. ആദ്യമാണ് എന്നെ കളിയാക്കലൻ. ഞാൻ ഇന്നും ഇങ്ങനെ വൈകി വരുന്നോണ്ട് എല്ലാവർക്കും ഉണ്ട് ഈ കളിയാക്കൽ. എടി അമ്മുവേ, ഇന്നും സ്വപ്നം കാരണം ഉറങ്ങാൻ പറ്റാത്തോണ്ടാവും വൈകിയതല്ലേ എന്ന് അഞ്ചു പറയലും എല്ലാവരും ചീയോടിച്ചിരി. ഞാനൊന്ന് ചമ്മിച്ചരിച്ചു. അവരെ പറഞ്ഞിട്ടും കാര്യമില്ല, ഞാനിങ്ങനെ ആയിപ്പോയി. ഇനി ചമ്മണ്ട. ആ പിന്നെ, നീ ഇങ്ങനെ നിന്റെ സുന്ദരമായ കണ്ണും സ്വപ്നം കണ്ട് നടന്നോ? 2 കണ്ണും കൊണ്ട് നിന്നെ നോക്കി കാലും കഴിച്ച് കാത്തു നിൽക്കണവരെ ഒന്നും അവൾക്ക് കണ്ടിൽ പിടിക്കില്ലല്ലോ. നമ്മുടെ ആ ബാലുചേട്ടൻ ഇത്രയും നേരം നിന്നെ നോക്കി നിന്നിട്ടിപ്പോൾ പോയതേ ഉള്ളൂ. ആൾക്ക് പോകാൻ ഇഷ്ടമുണ്ടായിട്ടൊന്നല്ല, കൂട്ടുകാരി വലിച്ചോണ്ട് പോയതാ. അതെങ്ങനെയാ അവൾക്ക് ബാലുചേട്ടനെ കണ്ണിൽ പിടിക്കില്ലല്ലോ? നോക്കാൻ കുറേ ആളുള്ളവർക്ക് എന്തുമാവാലോ. ഇവിടെ മരുന്നിന് പോലും ഒന്നില്ല. അഞ്ചുവാണ്. അമ്മു അവളെ ഒന്ന് കൂർപ്പിച്ചു നോക്കി. അത് കണ്ട് എല്ലാവരും ചിരിച്ചുപോയി. അമ്മു നല്ല സുന്ദരിക്കുട്ടിയാണ്. നല്ല വെളുത്ത നിറവും നിറയെ മുടിയുമൊക്കെയായി സുന്ദരിക്കോത. 1ഉം 2ഉം പറഞ്ഞ് സ്കൂളിലെത്തി. മലയാളം എക്സാം ആയതുകൊണ്ട് ആർക്കും ടെൻഷനില്ല. എല്ലാവരും ഓരോരുത്തരുടെ ക്ലാസ്സിൽ പോയി ഇരുന്നു. അമ്മുവേ, എക്സാം എങ്ങനെയുണ്ടായിരുന്നു? അച്ഛനാണ്. നല്ല എളുപ്പമായിരുന്നു അച്ഛേ. എന്നാൽ പോയിരുന്ന് പഠിച്ചോളൂ, നാളെയും എക്സാം ഉള്ളതല്ലേ. നാമം ചൊല്ലിക്കഴിഞ്ഞിരിക്കുമ്പോഴാണ് അച്ഛൻ്റെ ചോദ്യം. എന്നും ഇങ്ങനെ നാമം ചൊല്ലിക്കഴിഞ്ഞ് എല്ലാവരും കൂടി കുറച്ചു സമയം സംസാരിച്ചിരിക്കും. ഒരു ദിവസത്തെ എല്ലാം ആ സമയത്ത് പരസ്പരം പറയണം എന്നത് അച്ഛന് നിർബന്ധമുള്ള കാര്യമാണ്. ഇമ പക്ഷേ എന്നത്തെയും പോലെ നല്ല പോളിങ്ങിലാണ്. അച്ഛൻ വരുമ്പോൾ ബാലേട്ടൻ്റെ ചായക്കടയിൽ നിന്നും എണ്ണ പലഹാരങ്ങൾ കൊണ്ടുവരും. അവൾക്ക് നല്ല ഇഷ്ടമാണ്. അച്ഛൻ്റെ ചെല്ലക്കുട്ടിയാണ് ഇമ. അടുത്തുള്ള സ്കൂളിൽ 7ാം ക്ലാസ്സിൽ പഠിക്കുകയാണ് ആള്. നല്ല കുറുമ്പത്തിയാ. അച്ഛനെ വരച്ച വരയിൽ നിർത്തും. അമ്മയ്ക്കും അമ്മുനും അച്ഛന് പേടിയാ. എന്നാൽ ഇമയുടെ അടുത്ത് ഈ പേടിപ്പിക്കൽ ഒന്നും നടക്കില്ല. അവളെ അച്ചമ്മയുടെ പോലെയെന്നാ അമ്മ പറയാ. അത് ശരിയാണ് താനും. അച്ചമ്മയുടെ പോലെ ഇരുണ്ട നിറവും നിറയെ മുടിയും പാകത്തിന് തടിയും ഒക്കെയായി നല്ല വായാടിപ്പെണ്ണ്. അമ്മുന് കുറച്ചൊരു ഒതുങ്ങിയ സ്വഭാവമാണ്. ആളൊരു പാവവും. ഇന്ന് അമ്മുൻ്റെ ലാസ്റ്റ് എക്സാമാണ്. ഇതോടെ ഈ സ്കൂളിൽ നിന്നും വിട പറയുകയാണ്. പോവല്ലേ? അഞ്ചുമാണ്. എക്സാം കഴിഞ്ഞുള്ള ചെറിയൊരു ആഘോഷം. സ്കൂളിൻ്റെ അടുത്തുള്ള കഫേയിലേക്കാണ് എല്ലാവരും കൂടി. ഇടയ്ക്ക് ഇങ്ങനൊരു പോക്കുണ്ട്. അമ്മു ഒരു ചിക്കു ഷേക്കാണ് പറഞ്ഞത്, കൂടെ മുട്ട പപ്സും. അവൾ ബേക്കറിയിലെ പപ്സ് മാത്രമേ കഴിക്കൂ. ഷവർമ പോലുള്ള സാധനങ്ങൾ കുട്ടിക്ക് പിടിക്കില്ല. എല്ലാവരും ഓർഡർ ചെയ്ത് കാത്തിരിക്കുമ്പോഴാണ് നമ്മുടെ ബാലുചേതനും കൂട്ടുകാരും വരുന്നത്. അമ്മുനെ കണ്ടതും ബാലുവിൻ്റെ കണ്ണുകൾ തിളങ്ങി. പേരിങ്ങോട്ടുകരയിലെ പെൺകുട്ടികൾക്കിടയിലെ ഉണ്ണിമുകുന്ദരാണ് നമ്മുടെ ബാലുചേട്ടൻ. ആള് കലിപ്പനാണ്. പക്ഷെ ആളുടെ വീക്ക്നെസ് നമ്മുടെ അമ്മുവാണ്. ബാലു വന്നപാടെ അമ്മുൻ്റെയും കൂട്ടുകാരുടെയും അടുത്തേക്ക് വന്നു. എല്ലാവരും അടുത്തടുത്ത വീടുകളിലായതുകൊണ്ട് തന്നെ എല്ലാവർക്കും നന്നായി അറിയാം. ബാലുചേട്ടൻ അമ്മുൻ്റെ എതിരെയുള്ള സീറ്റിലിരുന്ന് അമ്മുനെ തന്നെ നോക്കിയിരുന്നു. പാവം അമ്മുൻ്റെ കൈയും കാലും വിറച്ചിട്ട് പാടില്ല. അമ്മു ചുറ്റും കണ്ണോടിച്ചു, ആരെങ്കിലും അവരെ ശ്രദ്ധിക്കുന്നുണ്ടോന്ന്. ആരും നോക്കുന്നില്ല എന്ന് കണ്ടതും ശ്വാസമൊന്ന് നീട്ടി വലിച്ചു. എന്തിനാ അമ്മു ഇങ്ങനെ പേടിക്കുന്നേ? എല്ലാവരും കൂടെയുള്ളപ്പോൾ ഞങ്ങൾ കൂടെ ഇരുന്നാലും അച്യുതേട്ടൻ ഒന്നും പറയില്ല. നീ വെറുതെ ടെൻഷൻ അടിക്കണ്ട. ബാലുചേട്ടൻ അങ്ങനെ പറഞ്ഞെങ്കിലും അമ്മുന് വല്ലാത്ത അസ്വസ്ഥത തോന്നി. എല്ലാവരും ഇരിക്കുമ്പോഴും തന്നെ നോക്കിയിരിക്കുന്നവനെ കാണുമ്പോൾ. അവൾക്ക് ബാലുവിൻ്റെ പലപ്പോഴായുള്ള നോട്ടത്തിൽ നിന്ന് മനസ്സിലാക്കിയിരുന്നു അവൻ അവളോടുള്ള ഇഷ്ടം.
നേരിട്ടൊന്നും പറയാത്തതുകൊണ്ട് ഒന്നും പറഞ്ഞ് വിലക്കാനും വയ്യ. അമ്മുന്റെ വീടിന്റെ തൊട്ടടുത്താണ് ബാലുവിന്റെ വീട്. അച്ഛനും അമ്മയ്ക്കും ഒറ്റ മോൻ. അമ്മ KSB വർക്ക് ചെയ്യുന്നു. അച്ഛൻ ഗൾഫിലായിരുന്നു. ഇപ്പോൾ കൃഷിയൊക്കെയായി വീട്ടിൽ തന്നെ. ബാലു BSc കെമിസ്ട്രിയാണ് പഠിക്കുന്നത്, തൊട്ടടുത്തുള്ള കോളേജിൽ. എന്തുകൊണ്ടും കുറ്റമൊന്നും തന്നെയില്ലാത്ത കുടുംബം. പക്ഷെ നമ്മുടെ അമ്മു അവളുടെ സ്വപ്നത്തിലെ സുന്ദര കണ്ണുകളിൽ വീണുപോയില്ലേ. അതുകൊണ്ട് കുട്ടിക്ക് ആരെയും കണ്ണിൽ പിടിക്കില്ല. അതവരുടെ കൂട്ടുകാർക്ക് മാത്രമേ അറിയൂ. അമ്മു ഓരോന്ന് ചിന്തിച്ചിരിക്കുമ്പോഴാണ് അവളുടെ കയ്യിൽ ആരോ പതിയെ തൊട്ടു വിളിക്കുന്നത്. അമ്മു ഞെട്ടി നോക്കുമ്പോൾ ബാലുചേട്ടൻ അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡയറി മിൽക്ക് നീട്ടി ചെറിയൊരു പുഞ്ചിരിയോടെ അവളെ നോക്കി നിൽക്കുകയാണ്. അമ്മു ആണെങ്കിൽ വാങ്ങാനും വാങ്ങാതിരിക്കാനും വയ്യാത്ത അവസ്ഥയിലായിപ്പോയി. അവൾ ദയനീയമായി കൂട്ടുകാരെ നോക്കി. എല്ലാരും അവളെ നോക്കി ചിരിക്കുന്നുണ്ട്. അവരെ കൂർപ്പിച്ചു നോക്കിക്കൊണ്ട് മനസ്സില്ലാതെ ആ ചോക്ലേറ്റ് വാങ്ങി. ബാലുചേട്ടൻ അമ്മുവിനെ നോക്കി ആരെയും മയക്കുന്നൊരു ചിരി ചിരിച്ചു. ബാലുചേട്ടൻ പോയ വഴിയെ നോക്കിയിരിക്കുകയാണ് അമ്മു. അമ്മുയെ, ചേട്ടൻ മോളെയും കൊണ്ടേ പോവൂട്ടോ. അത് പ്രത്യേക ഈണത്തിൽ പറയുമ്പോൾ അമ്മു അവളെ ഒന്ന് കൂർപ്പിച്ചു നോക്കി. നീ നോക്കുവൊന്നും വേണ്ട, അവൾ പറഞ്ഞത് ശരി തന്നെയാ. നിനക്ക് കല്യാണപ്രായമാവുമ്പോൾ ചോദിച്ചു വന്നാൽ നിന്നെ അച്ഛൻ ബാലുചേട്ടന് കൊടുക്കും. നിനക്ക് സംശയമുണ്ടോ? അഞ്ജു കൂടി പറയുമ്പോൾ അമ്മു ദയനീയമായി അവളെ നോക്കി. നിനക്ക് എന്താ അഞ്ജു, അവളെ വെറുതെ ടെൻഷനാക്കാതെ. ദിവ്യയാണ്. അല്ല മോളെ, നിനക്കിതെന്താ ബാലുചേട്ടനെ പിടിക്കാത്തെ? അതെനിക്ക് അങ്ങനെയൊന്നും ചിന്തിക്കാൻ പോലും പറ്റില്ലടാ. പിന്നെ ദിവ്യ പറഞ്ഞ പോലെ ആലോചിച്ചു വന്നാൽ ഞാൻ ഇത് തന്നെ പറയും അച്ഛനോട്. അവർക്കെന്നെ മനസ്സിലാകും. ഒക്കെ നടന്നാ പറയാം നടന്നൂന്ന്. അതും അമ്മുനെ നോക്കിക്കൊണ്ട് പറഞ്ഞു. ഇത് നമ്മുടെ കഥയുടെ ആദ്യ ഭാഗമാണ്. കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നിയതെന്ന് എഴുതി കമന്റ് ചെയ്യണം. എന്തെങ്കിലും മാറ്റങ്ങൾ വേണമെന്ന് തോന്നിയാൽ പറഞ്ഞാൽ അടുത്ത ഭാഗങ്ങളിൽ ശരിയാക്കാം. കഥ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, കമന്റ് ഇടൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത ഭാഗം കാത്തിരിക്കൂ. നിങ്ങളുടെ പിന്തുണയാണ് അടുത്ത ഭാഗങ്ങൾക്ക് ശക്തി.